പാവപ്പെട്ടവനിലേക്ക് ഒരു കണ്ണ് എന്ന ആപ്തവാക്യവുമായി തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റൈസ് ബാങ്ക് എന്ന വലിയൊരു സംരംഭവുമായി ഫൊറോന വികാരി പ്രിയ ബഹുമാനപ്പെട്ട മാണി വേൽവട്ടമച്ചൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ഇവിടെ അരികൾ കുറേ കാണുന്നുണ്ട്. ഇത് ആർക്കും ആവശ്യക്കാർക്ക് ആർക്ക് വേണേലും വന്നെടുക്കാവോ? എന്താണ് ഈ റൈസ് ബാങ്കിനെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് മറ്റുള്ള പാവപ്പെട്ടവർക്ക് വിശപ്പ് രഹിതമായി ഈ ഇടവകയിൽ ആയിരിക്കാൻ സാധിക്കുന്നത്? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ആർക്ക് വേണമെങ്കിലും അരിയോ പണമോ ഇതിനകത്ത് നിക്ഷേപിക്കാം. പാവപ്പെട്ടവന് വേണ്ടി ആവശ്യക്കാർക്ക് ഇതിൽ നിന്ന് അരി എടുക്കാം എന്നുള്ളതാണ് ഈ റൈസ് ബാങ്കിൻ്റെ ലക്ഷ്യം. അമൽ പറഞ്ഞതുപോലെ ഈ സീറോ പോവർട്ടി എന്ന് പറയുന്നത് ഒരു സഭയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. നമുക്കറിയാം, ദാരിദ്ര്യം ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. കോടിക്കണക്കിന് മനുഷ്യരാണ് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഈ ലോകത്ത് വിശപ്പും ദാഹവുമുള്ളവരായി കഴിയുന്നത്. എല്ലാ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കും എന്താണ് ഉത്തരവെന്ന് ചോദിച്ചാൽ അത് ലോക്കൽ സ്പെസിഫിക് ഉത്തരമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരം നമ്മളുടേതായ ചുറ്റുവട്ടങ്ങളിൽ നൽകാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഹങ്കർ ഫ്രീ പാരീഷ് എന്ന് പറയുന്ന ഒരാശയം ഉള്ളിൽ പൊട്ടിമുളയ്ക്കുകയും അത് ഈ കഴിഞ്ഞ 2024 ജൂൺ മാസത്തിൽ ഈ റൈസ് ബാങ്ക് എന്ന പദ്ധതിയിലേക്ക് തലശ്ശേരി അതിരൂപതയിലെ ഈ സെൻറ് തോമസ് ഫൊറോന ദേവാലയം തോമാപുരം നീങ്ങുകയും ചെയ്ത് അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി മെത്രാപ്പൊലീത്തയാണ് ഈ ചെറിയ സംരംഭമായ റൈസ് ബാങ്ക് ഉദ്ഘാടനം നിർവഹിച്ചത്. നമുക്കറിയാം, പാവപ്പെട്ടവനിലേക്ക് ഒരു കണ്ണ് നമുക്ക് അനിവാര്യമാണ്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, ദൈവം നിങ്ങളിൽ നിന്നും മുഖം തിരിക്കുകയില്ല. അതുകൊണ്ട് ആർക്കും ഈ റൈസ് ബാങ്കിൽ നിക്ഷേപിക്കാം. ആർക്കും അനുവാദമില്ലാതെ വിശക്കുന്ന ഏതൊരു മനുഷ്യനും ഈ റൈസ് ബാങ്കിൽ നിന്ന് അരി ബാഗ് എടുത്തുകൊണ്ട് പോകാം. നമുക്കറിയാം, നമ്മൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ റൈസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് വേണ്ടിയുള്ള നിക്ഷേപമാണ്. അത് സ്വർഗത്തിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജീവൻ്റെ പുസ്തകത്തിലെ നിക്ഷേപം കൂടിയാണ്. പുണ്യങ്ങളുടെ, നന്മകളുടെ, പാവപ്പെട്ടവനോടുള്ള കരുതലിൻ്റെ, കരുണയുടെ നിക്ഷേപമാണ്. അതിനുവേണ്ടിയാണ് ഈ റൈസ് ബാങ്ക്.